ഹായ് ഹലോ ദിസ് മിസ് ഓയിലി ഹെയർ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ 24 വയസ്സ് പ്രായമുള്ളവരും അതിന് മുകളിലോട്ടുള്ളവരും മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി, അല്ലാത്തവർക്ക് ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കൊളാജനാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ, സ്കിൻ ആൻഡ് ഹെയർ റിലേറ്റഡ് ആയിട്ടാണ് കാര്യങ്ങളുടെ കിടപ്പ്. ആദ്യം തന്നെ കൊളാജൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതൊരു സ്ട്രക്ചറൽ പ്രോട്ടീനാണ്. നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലെ ഏറ്റവും മേജർ കണ്ടന്റ് ഓഫ് പ്രോട്ടീനും കൊളാജൻ തന്നെയാണ്. ഏകദേശം 30% ഓഫ് പ്രോട്ടീനാണ് കൊളാജനായിട്ട് നമ്മുടെ സ്കിന്നിൽ വരുന്നത്. ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ടേംസ് ഒക്കെ യൂസ് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള സാധ്യതയില്ല. അപ്പോൾ എന്താണെന്ന് സിംപ്ലിഫൈ ആയിട്ട് പറയുവാണെങ്കിൽ, നമ്മുടെ സ്കിന്നിൻ്റെ ഏറ്റവും മിഡിൽ ലെയറിലായിട്ടാണ് ഈ കൊളാജൻ പ്രോട്ടീൻ ഇരിക്കുന്നത്. മിഡിൽ ലെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ അപ്പർ ലെയർ, ലോവർ ലെയർ, മിഡിൽ ലെയർ. അപ്പോൾ ഈ സ്കിന്നിൻ്റെ രണ്ട് ലെയർ തമ്മിൽ ഇറുക്ക പിടിച്ച് മുറുക്കി ഇങ്ങനെ നിർത്തുന്ന സാധനമാണ് കൊളാജൻ പ്രോട്ടീൻ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ സിംപ്ലിഫൈ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ വീടൊക്കെ വെക്കുമ്പോൾ കമ്പിയൊക്കെ വെക്കത്തില്ല, എന്തിനാണ് അങ്ങനെ വെക്കുന്നത്? വീട് സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ഫേം ആയിട്ട് നിൽക്കാനല്ലേ. സെയിം പർപ്പസാണ് നമ്മുടെ കൊളാജനും വരുന്നത്. നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊളാജനാണ്. അതുകൊണ്ടാണ് കൊളാജൻ കുറയുമ്പോഴത്തേനും നമുക്ക് സ്കിൻ റിങ്കിൾസും സാഗിങ്ങും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, എക്സ്റ്റേണലി നമ്മൾ കൊളാജൻ കൺസ്യൂം ചെയ്യുക. ഞാൻ 24 വയസ്സ് തൊട്ടുള്ള ഒരു ഏജ് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് 24 വയസ്സ് തൊട്ട് ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ സ്കിന്നിലെ കൊളാജൻ 1% വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. ഏകദേശം ഒരു 25 വർഷം കഴിയുമ്പോഴത്തേനും നമ്മുടെ ഒരു 25% കൊളാജനും കുറഞ്ഞിട്ട് ഒരു 50 വയസ്സൊക്കെ ആകുമ്പോൾ 25% കൊളാജനും കുറഞ്ഞിട്ട് എക്സ്ട്രാ കൊളാജൻ ഒന്നും നമ്മുടെ ശരീരത്തിൽ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഉള്ള കൊളാജൻ ആണെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടാണ് നമുക്ക് സ്കിന്നിന് റിങ്കിൾസ് വന്ന് നമ്മുടെ സ്കിന്നൊക്കെ തൂങ്ങി വലിഞ്ഞൊക്കെ കിടക്കുന്നത്. ഞാൻ ഈ സ്കിന്നെന്ന് പറയുമ്പോൾ നിങ്ങൾ ഫേസിൻ്റെ കാര്യം മാത്രമേ ചിന്തിക്കത്തുള്ളൂ. പക്ഷേ ഫേസ് മാത്രമല്ല, നമ്മുടെ കൈ, വയസ്സായിട്ട് കൈയൊക്കെ ഇങ്ങനെ ചുളിഞ്ഞ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ചുളിഞ്ഞിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് ഈ കൊളാജൻ ഡിപ്ലീഷൻ കാരണമാണ്, കൊളാജൻ ഇല്ലാതായിട്ടാണ് അങ്ങനെ വരുന്നത്. അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കൊളാജൻ എക്സ്റ്റേണലി നമ്മൾ കഴിക്കണം. എക്സ്റ്റേണലി കൊളാജൻ കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് റിങ്കിൾസ് ഒരിക്കലും വരാതിരിക്കുമോ? ഇല്ല. എന്തായാലും ഒരു ഏജ് കഴിയുമ്പോൾ റിങ്കിൾസ് വരും. പക്ഷെ അത് വരുന്ന ഏജ് നമുക്ക് കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്കൊരു 30-35 വയസ്സിൽ റിങ്കിൾ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ചും കൂടെ മാറ്റിയിട്ട് 40-45 വയസ്സിലോട്ടൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത്രയൊക്കെ ഹെൽപ്പ് നമുക്ക് കൊളാജൻ സപ്ലിമെൻറ്റ് കൊണ്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു 2 വർഷം മുന്നേ പേളി മണി ചേച്ചി ഒരു കിച്ചൺ ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വ്ളോഗാണ് കേട്ടോ. അത് കണ്ട സമയത്ത് പുള്ളിക്കാരത്തെ ഷെൽഫ് തുറക്കുന്ന സമയത്ത് ഞാനൊരു കൊളാജിൻ്റെ ബോട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നേ ഞാൻ എടുത്ത തീരുമാനമാണ്, ഓക്കെ സെലിബ്രിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് സ്കിന്ന് നന്നായിട്ടിരിക്കണമെങ്കിൽ അതേപോലെ സപ്ലിമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്ന് സൂപ്പറായിട്ടിരിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാനൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പം എന്തായാലും എനിക്ക് 25 വയസ്സുണ്ട്. 24 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 24 വയസ്സ് തൊട്ട് നമുക്ക് എന്തായാലും കൊളാജൻ ഡിപ്ലീഷൻ സംഭവിക്കും. എല്ലാവർക്കും ഒരു ടെൻഷൻ കാണും, നമ്മൾ സപ്ലിമെൻറ്റ് എടുക്കുമ്പോഴത്തേനും നമുക്ക് എന്തെങ്കിലും അസുഖം പറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ, സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ വരുമെന്ന്. അങ്ങനെയൊന്നും പേടിക്കേണ്ട. കാരണം കൊളാജൻ്റെ കാര്യത്തിൽ ഇത് ഭയങ്കര അധികം സേഫാണ്. കാരണം എന്ന് വെച്ചാൽ എന്തായാലും കൊളാജൻ ഒരു ഏജ് കഴിയുമ്പോൾ കുറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൊളാജൻ്റെ ഡെഫിഷ്യൻസി ഉറപ്പായിട്ട് ശരീരത്തിലുണ്ട്. അതുകൊണ്ട് നമ്മളൊരു കൊളാജൻ സപ്ലിമെൻറ്റ് എടുക്കുന്നത് എക്സ്ട്രാ നമുക്കൊരു പ്രശ്നമൊന്നും വരത്തൊന്നുമില്ല. പ്ലസ് നമുക്കൊരു ബെനിഫിറ്റ്, നമുക്ക് സ്കിന്നൊക്കെ സൂപ്പറായിട്ട്, ഹെയറൊക്കെ സൂപ്പറായിട്ട്, നമുക്ക് നല്ല എക്സ്ട്രാ ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ. ഇനി അവരൊക്കെ സപ്ലിമെൻറ്റ്സ് വഴി മാത്രമല്ല കേട്ടോ, മറ്റേ ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റ്സ്, റെറ്റിനോൾ, ഇങ്ങനത്തെ സാധനങ്ങൾ വഴിയൊക്കെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കാര്യം റെറ്റിനോൾ മാത്രമാണ്. പക്ഷേ റെറ്റിനോൾ അപ്പോഴും നമുക്ക് ഫേസിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കയ്യിലും കാലിലൊന്നും യൂസ് ചെയ്യാനായിട്ടുള്ള പൈസ നമ്മളതിൽ കാണത്തില്ല. പിന്നെ ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റ്സുള്ള പൈസ ഒട്ടുമേ കാണത്തില്ല. നാച്ചുറലി നമുക്ക് കൊളാജൻ എവിടെ നിന്നൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ, നമ്മൾ നാച്ചുറൽ മീറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ സോഴ്സസ്, മീൻ, ഇറച്ചി, അങ്ങനത്തെ സോഴ്സസിൽ നിന്ന് തന്നെ നമുക്ക് കൊളാജൻ കിട്ടും. പക്ഷേ പെർസെൻറ്റേജ് വളരെ കുറവാണ്. അങ്ങനെ നോക്കുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കൊളാജൻ സപ്ലിമെൻ്റ് ആണ്. അങ്ങനെയാണ് ഞാൻ കൊളാജൻ സപ്ലിമെൻറ്റ് എടുക്കാം എന്നുള്ള കംപ്ലീറ്റ് തീരുമാനത്തിലെടുത്തത്. എന്തായാലും ഞാൻ ഈ ഒരു പോയിന്റ് ഓഫ് ടൈം തൊട്ടിട്ട് അവസാനം വരെയും എന്തായാലും ഞാൻ കൊളാജൻ യൂസ് ചെയ്യും. അതെനിക്ക് 100% ഉറപ്പുണ്ട്. കൊളാജൻ ആണെങ്കിൽ നമുക്ക് പല സോഴ്സസിൽ നിന്ന് കിട്ടും. പ്ലാന്റ് ബേസ്ഡ് കൊളാജൻ ഉണ്ട്, ആനിമൽ ബേസ്ഡ് കൊളാജൻ ഉണ്ട്, മറൈൻ കൊളാജൻ ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും എഫക്റ്റീവ് എന്ന് പറയുന്നത് മറൈൻ കൊളാജൻ ആണ്. കാരണം മറൈൻ കൊളാജൻ എന്ന് പറഞ്ഞാൽ ഫിഷിൻ്റെ സ്കിന്നിൽ നിന്നും ഒക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ്. അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുകയും ചെയ്യും, പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. വേറെ കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. ഞാനൊരു 2 ആഴ്ച ആയോളൂ കൊളാജനൊക്കെ എടുത്ത് തുടങ്ങിയിട്ട്. ഈ ഒരു 2 ആഴ്ചത്തെ എൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ എടുക്കുന്നത് ഈ ഒരു ഷീക്ക് ന്യൂട്രിക്സിൻ്റെ മൈറ്റി കൊളാജൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജാപ്പനീസ് മറൈൻ കൊളാജൻ പെപ്റ്റൈഡ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. വേറൊന്നുമില്ല, ഈ മറൈൻ പെപ്റ്റൈഡ്സ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് ഈ ജപ്പാനിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ടെക്നോളജി ആണെന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു ടൈം കൺസ്യൂം ചെയ്യുന്ന ക്വാണ്ടിറ്റിയിൽ ഏകദേശം 8000 മില്ലിഗ്രാം ഓഫ് കൊളാജനും 2 മില്ലിഗ്രാം ഓഫ് അസ്റ്റാസാന്തിൻ എന്ന് പറയുന്ന ഒരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ഈ അസ്റ്റാസാന്തിൻ ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു പേറ്റൻറ്റഡ് ആയിട്ടുള്ള അസ്റ്റാ റിയൽ എന്ന് പറയുന്ന ഫോമിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, ഹെമറ്റോകോക്കസ് ഫ്ലൂവാലിസ് എന്ന് പറയുന്ന ഒരു മൈക്രോ ആൽഗയിൽ നിന്നാണ് ഇവരിത് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ആ ഒരു ആൽഗയെ തന്നെ ഹൈ റിച്ച്
സോഴ്സ് ഓഫ് അസ്റ്റാസാന്തിൻ ആണ്. വേറെ ഏത് ആൻറ്റി ഓക്സിഡൻറ്റിനെക്കാട്ടിലും ഏകദേശം 100 ടൈംസ് ബെറ്റർ ആണ് അസ്റ്റാസാന്തിൻ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻറ്റ്. അത് മാത്രമല്ല ഇത് ഫ്രീ റാഡിക്കലിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യും. ഒരുപാട് കാര്യങ്ങൾക്ക് ഈ അസ്റ്റാസാന്തിൻ സപ്ലിമെൻറ്റ് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ സ്കിന്നാണ്. സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി, സ്കിൻ ഏജിങ് ഒക്കെ കാര്യങ്ങൾക്കും അസ്റ്റാസാന്തിൻ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കമ്പോണൻറ്റും കൂടെ ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് കാരണം കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആണെന്ന് നമുക്ക് പറയാം. ലൈക്ക് നമ്മൾ ഈ സെറം യൂസ് ചെയ്യുന്ന സമയത്ത് കോമ്പിനേഷൻ ഓഫ് സെറം യൂസ് ചെയ്യില്ലേ, വിറ്റാമിൻ സി, നയാസിനമൈഡ്, അങ്ങനെ കോമ്പിനേഷൻസ് ഒക്കെ. അതുപോലെ നമ്മൾ സപ്ലിമെന്റ് കഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു 2 കോമ്പിനേഷൻ വരുന്നത് കുറച്ചും കൂടെ എക്സ്ട്രാ ബെനിഫിഷ്യൽ ആണ്. ഞാനിത് ഷീക്ക് ന്യൂട്രിക്സിന്റെ സൈറ്റിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല അടിപൊളി പാക്കേജിങ് കാര്യങ്ങളായിട്ട് സെക്യൂർ ആയിട്ട് തന്നെയാണ് സാധനം എനിക്ക് കയ്യിൽ കിട്ടിയത്. എനിക്കിൽ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അവർ ഈ ഒരു ബോട്ടിലിൽ തന്നെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മൾ എത്ര മില്ലിഗ്രാമസ് ഐറ്റംസ് ആണ് ചേർത്തിരിക്കുന്നത്, അമിനോ ആസിഡിന്റെ അളവ്, കാര്യങ്ങളൊക്കെ എല്ലാ ഇൻഫർമേഷനും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പേടിയുടെ ഒന്നും ആവശ്യമില്ല. നന്നായിട്ട് ഒന്ന് നോക്കി വായിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാം. വേറൊരു കാര്യം പറയുവാണെങ്കിൽ ഇത് കൊണ്ടിട്ട് യാതൊരു ഹെൽത്ത് പ്രോബ്ലംസും ഒന്നും വരത്തില്ല. കാരണം ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്, ഷുഗർ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഡയറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി സേഫ് ആണ്. ഒരിക്കലും ഷുഗർ ഹൈക്കും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഷുഗർ ഫ്രീ ആണെന്ന് വെച്ചിട്ട് ഇതിന് ടേസ്റ്റ് ഇല്ല, പുളിപ്പാണ്, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഇതിന് നല്ലൊരു അടിപൊളി ലെമണേഡ് ഫ്ലേവറാണ് ഉള്ളത്. പിന്നെ ഇത് മറൈൻ ആയതുകൊണ്ട് ഫിഷിൽ നിന്ന് എടുക്കുന്നത് കൊണ്ടും ഇത് ഒരു ഫിഷി സ്മെല്ല് കാണും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു ഫിഷി സ്മെല്ലും ഇല്ല. നമ്മൾ കുടിച്ച് കഴിഞ്ഞിട്ട് ഏമ്പൊക്കെ വിടുമ്പോൾ മറ്റേ ഫിഷി സ്മെല്ലൊക്കെ വരും, അങ്ങനെ ഒന്നുമില്ല. ഫിഷിൻ്റെ യാതൊരു ടേസ്റ്റോ അല്ലെങ്കിൽ സ്മെല്ലോ ഒന്നും തന്നെ ഇല്ല. ഇത് ശരിക്കും ഒരു പൗഡർ പോലെയല്ല, തരിയായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് 2 പാക്കറ്റ്സ് കിടക്കുന്നത് സിലിക്കയുടെ പാക്കറ്റ്സ് ആണ്. കാരണം ഇങ്ങനെ മോയ്സ്ചർ അബ്സോർബ് ചെയ്ത് കട്ട പിടിക്കാതിരിക്കാനാണ് ഈ ഒരു പാക്കറ്റ്സ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു പാക്കേജിന് 5 ഔട്ട് ഓഫ് 5 മാർക്ക് എന്നെ കൊടുക്കും. പിന്നെ ഇതിൻ്റെ അകത്തൊരു സ്കൂപ്പ് ഉണ്ട് നമ്മൾ അളവനുസരിച്ച് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു മൊത്തം ബോട്ടിൽ 237.50 ഗ്രാം കൊളാജൻ പൗഡറാണ് നമുക്ക് കിട്ടുന്നത്. അത് ഏകദേശം ഒരാൾക്ക് ഒരു 25 പ്രാവശ്യം കഴിക്കാനുള്ള ക്വാണ്ടിറ്റി കാണും. എങ്ങനെയാണ് കഴിക്കേണ്ട അളവും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഇനി ഇത് 2 ആഴ്ച ഞാൻ യൂസ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. 2 ആഴ്ച ഇത് ഞാൻ കംപ്ലീറ്റ്ലി എല്ലാ ദിവസവും യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് പേഴ്സണലി തോന്നിയെന്ന് വെച്ചാൽ എൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട് ഗ്ലോ ചെയ്യുന്ന കണക്ക് എനിക്ക് തോന്നി. നല്ല മോയ്സ്ചർ, നല്ലൊരു പ്ലംപി ഫീലിംഗ് എനിക്ക് തോന്നി. ഉള്ളിൽ നിന്ന് തന്നെ എന്തോ ഒരു നല്ല മോയ്സ്ചർ കണ്ടന്റ് വന്നിട്ട് നല്ലൊരു പ്ലംപിനെസ് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റി. പിന്നെ റിങ്കിൾസ് സാഗിങ് കാര്യം പറയാനായിട്ട് ഉള്ള പ്രായം എനിക്ക് ആയിട്ടില്ല. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, ഈ റിങ്കിൾസ് ഒക്കെ വരുന്ന പ്രായം നന്നായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ കുറേ പേർക്ക് സംശയം കാണും, വെളുക്കുവോ, മുഖക്കുരുവിൻ്റെ പാട് മാറുമോ, അങ്ങനത്തെ ഒരു എഫക്റ്റും ഇല്ല. ജസ്റ്റ് സ്കിന്നിൻ്റെ ടെക്സ്ചറും പോഴ്സും നമ്മുടെ ഓവറോൾ സ്കിന്നിൻ്റെ ഒരു ലുക്കും അത്ര മാത്രമേ നമുക്ക് ഇതുകൊണ്ട് കൊളാജൻ കൊണ്ടിട്ട് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. വെളുപ്പിക്കുന്ന ഫാക്ടറൊന്നും കൊളാജൻ ഇല്ല. ഷീക്ക് ന്യൂട്രിക്സിൻ്റെ സൈറ്റിൽ ഒരുപാട് ഓഫേഴ്സ് അവൈലബിൾ ആണ്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂപ്പൺ കോഡും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 10% ഓഫർ ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. കൂപ്പൺ കോഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. 2 ആഴ്ച അല്ല റിസൾട്ട് കിട്ടാനുള്ള സമയം, 12 വീക്സ് ആണ് റിസൾട്ട് കിട്ടാനുള്ള കംപ്ലീറ്റ് സമയം ഇവർ തന്നെ പറയുന്നുണ്ട്. ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. ഞാൻ മാത്രമല്ല, എൻ്റെ അമ്മ ഇത് കുടിച്ചിട്ടുണ്ടായിരുന്നു ഒരാഴ്ചത്തേക്ക്. അപ്പോൾ ആ ഒരു സമയത്ത് അവർ പറഞ്ഞെന്ന് വെച്ചാൽ എനിക്കിത് കുടിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നു, നല്ല സ്ട്രെങ്ത് ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചാൽ എനർജിയാ, കാരണം കൊളാജൻ എന്ന് പറയുമ്പോഴത്തേനും സ്കിന്നും ഹെയറും ഒക്കെ റിലേറ്റ് ചെയ്ത് നല്ല എസ്തെറ്റിക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമല്ലേ. അല്ലെങ്കിൽ എനർജിയും കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജോയിൻസും ബോൺസും ഒക്കെ സ്ട്രെങ്തൻ ചെയ്യുന്നതും ഒക്കെ ഈ കൊളാജൻ പെപ്റ്റൈഡ്സ് ആണ്. ഇതിൻ്റെ ഈ ബ്രാൻഡിൻ്റെ മാത്രമല്ല, ജനറലി കൊളാജൻ്റെ പർപ്പസേ അതാണ്. എനിക്ക് അപ്പോഴാണ് അത് മനസ്സിലായത്. അങ്ങനെ നോക്കുമ്പോഴത്തേനും ഒരു ഓവറോൾ പർപ്പസിന് ഈ ഒരു കൊളാജൻ അടിപൊളിയാണ്. പിന്നെ ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഈ ഒരു കൊളാജൻ സപ്ലിമെൻറ്റ് വന്നിട്ട് നമ്മുടെ സ്കിന്ന്, ഹെയർ, നെയിൽസും ഒക്കെ നല്ല അടിപൊളിയായിട്ട് വെക്കാനും അതിൻ്റെ ഹെൽത്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും നന്നായിട്ട് ബെറ്റർ ആക്കാനും ഒക്കെ സഹായിക്കും. സ്കിന്നിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റിയൊക്കെ ഇമ്പ്രൂവ് ആക്കാനും പിന്നെ സ്കിന്നിൻ്റെ ടെക്സ്ചർ, പോഴ്സ് റെഡ്യൂസ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഹെയറിൻ്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ കൊളാജൻ ഉള്ള ലെയറിൽ തന്നെയാണ് ഹെയർ ഫോളിക്കിൾസും ഉള്ളത്. കൊളാജൻ ഒരു പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞല്ലോ. ഈ ഒരു കെരാറ്റിൻ പ്രോട്ടീനിനെ ബിൽഡപ്പ് ചെയ്യാനും അങ്ങനെ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഹെയറിനെ നല്ല ഹെൽത്തി ആക്കാനും കൊളാജൻ ഹെൽപ്പ് ചെയ്യും. നെയിൽസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന്, ചിലവർക്കൊക്കെ പെട്ടെന്ന് നെയിൽസ് ഒടിഞ്ഞു പോകുന്ന ടൈപ്പ് ഓഫ് നെയിൽ കാണത്തില്ലേ, അതൊട്ട് സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ടാണ്. അതൊക്കെ ഈ കൊളാജൻ ഫൈബേഴ്സ് ബിൽഡപ്പ് കാരണം നല്ല സ്ട്രെങ്ത് ആയിട്ട് നല്ല ബോണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് നല്ല ഹെൽത്തി നെയിൽസ് തരും. പെട്ടെന്ന് നെയിൽസ് ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്തായാലും ഞാൻ ഈ ഒരു സാധനം എങ്ങനെ കഴിക്കണമെന്ന് കാണിച്ചു തരാം. ഒരു 250 ml വെള്ളം നമ്മൾ ഒരു ഗ്ലാസ്സിലോട്ട് എടുക്കുക. അതിൻ്റെ അകത്തോട്ട് 1 സ്കൂപ്പ് അളവിന് നമ്മൾ കൊളാജൻ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സ്കൂപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ബോട്ടിലിൽ തന്നെ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് പൗഡറല്ല, തരി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ തരിയെല്ലാം കൂടെ ഇങ്ങനെ വീണിട്ട് അതായിട്ട് തന്നെ കുറച്ചൊന്ന് ഡിസോൾവ് ആവും. നമ്മൾ സ്പൂൺ ഇട്ടിട്ട്
വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലപോലെ ഡിസോൾവ് ആവുന്ന രീതിയിൽ മിക്സാക്കണം. ഒരു കുറച്ച് പോലും തരി ഇങ്ങനെ ബാക്കി കാണാനില്ല. നന്നായിട്ട് ഡിസോൾവ് ആയതിനു ശേഷം നമുക്കിത് കൺസ്യൂം ചെയ്യാം. എന്തായാലും സിലിക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് യൂസ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടച്ചു വെച്ചേക്കുക. ഇതിപ്പോൾ കാണാനായിട്ട് നമ്മുടെ സ്ക്വാഷ് കലക്കിയതുപോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. ടേസ്റ്റ് ഏറെക്കുറെ അതുപോലെയൊക്കെ തന്നെ നല്ല ലെമണൈഡ് ഫ്ലേവറാണ്. ആഡഡ് ഷുഗർ ഇല്ലയെന്ന് പറഞ്ഞിട്ട് പുളിയും കാര്യങ്ങളൊന്നുമില്ല. നല്ല നാരങ്ങ വെള്ളത്തിൻ്റെ ടേസ്റ്റാണ്. നമ്മുടെ സ്കിന്നൊക്കെ റീജുവനേറ്റ് ചെയ്യണം. നല്ല ഏജിലും നല്ല പ്ലംപി ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ സ്കിന്നായിട്ടിരിക്കണം. നല്ല ബോൺസൊക്കെ നല്ല സ്ട്രെങ്ത് വേണം. ഹെയറൊക്കെ നന്നായിട്ടിരിക്കണം. നെയിൽസൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കണം എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ, അങ്ങനെയുള്ളവർ മാത്രം നിങ്ങൾക്ക് കൊളാജൻ വാങ്ങിച്ച് ട്രൈ ചെയ്യുന്നതാണ്. ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഈ ഒരു കൊളാജൻ വാങ്ങിച്ച് ട്രൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം. 10% ഓഫ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കമൻറ്റും ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.